ഹലോ നമസ്കാരം, എൻ്റെ പേര് അപർണയാണ് ആൻഡ് ഇതെൻ്റെ ചാനലാണ് ടാരോ വാരിയർ മലയാളം. എല്ലാവർക്കും ഈ ചാനലിൽ വെൽക്കം. ഇന്ന് ഞാൻ സ്കോർപിയോയ്ക്ക് വേണ്ടിയിട്ട് റീഡിംഗ് ആണ് ചെയ്യാൻ പോണത്. മെയ് റീഡിംഗ് ആണ് ഇത്, മന്ത്ലി റീഡിംഗ്. ഇതിൽ നമ്മൾ നിങ്ങളുടെ ലവ് ലൈഫ്, നിങ്ങളുടെ റിലേഷൻഷിപ്പ്, നിങ്ങളുടെ കരിയർ ആൻഡ് ജനറൽ ലൈഫ് നോക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോനെ എൻഡ് വരെ നോക്കുക. ആൻഡ് ഇത് ഒരു ജനറൽ റീഡിംഗ് ആണ്. അപ്പോൾ എല്ലാവർക്കും എല്ലാ മെസ്സേജസ് റെസൊനേറ്റ് ആവില്ല. റെസൊനേറ്റ് ആവണ മെസ്സേജസ് എടുക്കുക, റെസൊനേറ്റ് ആവാത്ത മെസ്സേജസ് ലെറ്റ് ഗോ ചെയ്യുക. അപ്പോൾ സ്കോർപിയോ നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്താണ് മെസ്സേജസ് എന്ന് നമ്മൾക്ക് നോക്കാം. നിങ്ങളുടെ പാസ്റ്റിൽ എന്താണ് മെസ്സേജ്? 6 of Pentacles ആണ് നിങ്ങളുടെ പാസ്റ്റിൽ. നിങ്ങളുടെ കറണ്ട് എനർജി മെയ്യുടെ എന്താണ്? വേൾഡ്. നിങ്ങളുടെ ഫ്യൂച്ചർ എനർജിയാണ് നൈറ്റ് ഓഫ് സോർഡ്സ്. നിങ്ങളുടെ ഏറ്റവും വലിയ ചാലഞ്ച് സ്ട്രെങ്ത്. നിങ്ങളുടെ അഡ്വൈസ് 9 of swords. നിങ്ങളുടെ ഹിഡൻ ഫാക്ടർ 5 of cups. നിങ്ങളുടെ ഓവറോൾ എനർജി, മെയ് മാസത്തിൻ്റെ ഓവറോൾ എനർജി നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് 4 of Pentacles. ആൻഡ് നിങ്ങളുടെ ഔട്ട്കം എന്താണ്? പേജ് ഓഫ് പെൻറ്റിക്കിൾസ്. അപ്പോൾ സ്കോർപിയോ, ഇവിടെ ഞാൻ കാണുന്നത് 4 of Pentacles ആണ് നിങ്ങളുടെ ഓവറോൾ എനർജി. ഇതൊരു വിഡ്രോവളുടെ എനർജിയാണ്. നിങ്ങളുടെ എനർജി ഒരു പേഴ്സൻ്റെ അടുത്തിന് വിഡ്രോ ചെയ്യണ മാതിരിയാണ്. ഓറൽസ് ജനറലി നിങ്ങൾ ഒരു റെക്ലൂസീവ് എനർജിയിലാണ്. അത്ര സോഷ്യലൈസ് ചെയ്യണില്ല, അത്ര ഷെയർ ചെയ്യണില്ല. കുറേ ഒരു കെയർഫുൾ ആയിട്ട് എനർജിയാണ്. ഇതൊരു പേഴ്സൺ കെയർഫുൾ ആവുമ്പോൾ അവർ ആലോചിച്ചിട്ടാണ്, സൂക്ഷിച്ചിട്ടാണ് എന്തെങ്കിലും പറയുക, എന്തെങ്കിലും ഷെയർ ചെയ്യണം വെച്ചാലും കുറേ ആലോചിച്ചിട്ട് ആണ് അവർ ഷെയർ ചെയ്യുക. ഇത് ഫിനാൻഷ്യൽ മെസ്സേജും ആവാം. നിങ്ങളുടെ എനർജി കുറച്ചൊരു സേവിങ് മോഡിലാണ്. നിങ്ങൾ അത്ര സ്പെൻഡ് ചെയ്യണില്ല എന്നുവെച്ചാൽ മേ ബി നിങ്ങൾക്കൊരു തോന്നലുണ്ടാവും നിങ്ങൾ കുറേ ഓവർ സ്പെൻഡ് ചെയ്യുന്നുണ്ട് എന്നൊരു ഫീലിംഗ് ഉണ്ടാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ കുറച്ചൊരു ഫിനാൻഷ്യലി കുറച്ചുകൂടിയും ഒരു സ്ട്രിക്റ്റ് ബഡ്ജറ്റിലാണ് ഞാൻ ഇവിടെ കാണുന്നത്. ഓക്കെ, 6 of Pentacles നിങ്ങളുടെ പാസ്റ്റിലുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ മാതിരി പാസ്റ്റിൽ നിങ്ങൾ മേ ബി കുറേ എനർജി, കൂടുതൽ എനർജി നിങ്ങൾ എവിടെയോ ഇൻവെസ്റ്റ് ചെയ്തു. ഒരു പേഴ്സണിന് നിങ്ങൾ കുറേ എഫേർട്ട് ഇട്ടു, കുറേ ഷെയർ ചെയ്തു, ഫിനാൻഷ്യലി നിങ്ങൾ കുറേ ആൾക്കാരെ ഹെൽപ്പ് ചെയ്തു. പക്ഷേ അതൊരു ഇംബാലൻസ്ഡ് എനർജിയാണ്. എന്നുവെച്ചാൽ ഇത് ചില സമയത്ത് നിങ്ങൾ കുറേ കൂടുതലായി ചെയ്യുമ്പോൾ അതൊരു ഇംബാലൻസ് ആണ് ക്രിയേറ്റ് ചെയ്യണത്. ആൻഡ് ഈക്വലി നിങ്ങൾക്ക് മറ്റേ സ്ഥലത്തിന് കിട്ടണമില്ല. അപ്പോൾ അതൊരു ഇംബാലൻസ്ഡ് എനർജിയാണ് ഞാൻ ഇവിടെ കാണുന്നത് പാസ്റ്റിൽ. റിലേഷൻഷിപ്പിലുമാണ് വെച്ചാൽ മേ ബി നിങ്ങളതിനും എല്ലാം എഫേർട്ട് ഇടുണ്ടായിരുന്നെ, മറ്റേ പേഴ്സൻ്റെ അടുത്തിന് അത്ര എഫേർട്ട് ഉണ്ടായില്ല. ഇപ്പോൾ കറണ്ട് എനർജിയിൽ നിങ്ങൾ എന്തോ ഒരു വലിയ ചേഞ്ച് ആണ് വരാൻ പോണത് നിങ്ങളുടെ ലൈഫിൽ. ഇതൊരു സൈക്കിൾ ക്ലോസ് ഔട്ട് ചെയ്യണ എനർജിയാണ്. ആൻഡ് ഒരു പുതിയ ബിഗിനിങ്ങിൻ്റെ ഡയറക്ഷനിലാണ് പോണത്. ഒരു പുതിയ എനർജി വരാൻ പോകുന്നുണ്ട് നിങ്ങളുടെ ലൈഫിൽ. ഇത് ചില കേസസിൽ ഇപ്പം നിങ്ങൾ ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ട് ഒരു പുതിയ ജോലി എടുക്കണ എനർജി ആവാം. ഓറൽസ് ഒരു പുതിയ സ്ഥലത്ത് നിങ്ങൾ റീലൊക്കേറ്റ് ചെയ്യണ എനർജി ആവാം. അപ്പോൾ എന്തോ ഒരു വലിയ ഡിസിഷൻ ആണ് ഇത് എടുക്കാൻ പോണത് നിങ്ങൾ. നൈറ്റ് ഓഫ് സോർഡ്സ് ആണ് നിങ്ങളുടെ ഫ്യൂച്ചറിൽ. അപ്പോൾ ഫ്യൂച്ചറിൽ ഞാൻ കാണുന്നത് ഒരു ഓപ്പർച്യൂണിറ്റി വരാൻ പോകുന്നുണ്ട്, ഒരു ക്വിക്ക് ഓപ്പർച്യൂണിറ്റി. ഇത് ഒരു ഇമ്പൾസീവ് എനർജിയും ആവാം. അപ്പോൾ മേ ബി നിങ്ങൾ ഫ്യൂച്ചറിൽ കുറച്ചൊരു ഇമ്പൾസീവ് എനർജിയിലായിരിക്കാം. അത് സൂക്ഷിക്കണം. ട്രാവലും ആവാം. ട്രാവൽ ചെയ്യുമ്പം സൂക്ഷിച്ച് വണ്ടി ഓടിക്കണം. എന്നുവെച്ചാൽ സ്പീഡാണ് ഇവിടെ ഞാൻ കാണുന്നത്. ഓക്കെ, അപ്പോൾ എന്തോ ഇൻഫർമേഷൻ നിങ്ങളുടെ അടുത്ത് വരുന്നുണ്ട്, ഒരു ഓപ്പർച്യൂണിറ്റി ഇവിടെ വരുന്നുണ്ട്. ഓറൽസ് നിങ്ങൾ എവിടെയോ ട്രാവൽ ചെയ്യണ എനർജി ആയിരിക്കാം ഇത്. ഇപ്പോൾ നിങ്ങളുടെ ഏറ്റവും വലിയ ചാലഞ്ചാണ് സ്ട്രെങ്ത്, ലിയോ എനർജി. നിങ്ങളുടെ ഏറ്റവും വലിയ ചാലഞ്ച് നിങ്ങൾക്ക് കുറേ
സ്ട്രോങ് ആയിട്ട് ബോൾഡ് ആക്ഷൻസ് എടുക്കേണ്ട ആവശ്യമുണ്ട്. അതല്ല, അത് മാത്രമല്ല, ഇത് നിങ്ങളുടെ ഇന്നർ സ്ട്രെങ്ത്തിനെയും ടാപ്പ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ചില സമയത്ത് നമ്മളുടെ ലൈഫിൽ ചാലഞ്ചസ് വരുമ്പോൾ നമ്മൾക്ക് ആ ഡിസിഷൻ എടുക്കാൻ പറ്റില്ല. എന്നുവെച്ചാൽ നമ്മൾക്ക് ആ ഇന്നർ സ്ട്രെങ്ത് വേണ്ട ആവശ്യമുണ്ട്. അതാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങൾക്ക് ഏറ്റവും വലിയ ചാലഞ്ച് അതായിരിക്കും. നിങ്ങളുടെ ഇന്നർ സ്ട്രെങ്ത്തിനെ ടാപ്പ് ചെയ്തിട്ട് ഒരു സിറ്റുവേഷനെ വെരി ബോൾഡ് ആയിട്ട് ഫേസ് ചെയ്യുക, ഡീൽ ചെയ്യുക. ഞാൻ കാണുന്നത് ഇവിടെ അഡ്വൈസ് 9 ഓഫ് സോഡ്സ് ആണ്. അപ്പോൾ നിങ്ങൾ ഓൾറെഡി എന്തോ കുറേ ഓവർ തിങ്ക് ചെയ്യുന്നുണ്ട്, സ്ട്രെസ് ചെയ്യുന്നുണ്ട്, കുറേ ഒരു നിങ്ങൾ ആങ്ഷ്യസ് ആണ് എന്തോ കാരണം കൊണ്ട് നിങ്ങൾ കുറേ സ്ട്രെസ്ഡ് ആണ്. അപ്പോൾ ഇതാണ് യൂണിവേഴ്സ് പറയണത്. ചില സമയത്ത് ആ സിറ്റുവേഷൻ അത്രയും ഡിഫിക്കൾട്ട് ആയിരിക്കില്ല, പക്ഷെ നിങ്ങളുടെ ഓവർ തിങ്കിങ്ങിന്റെ കാരണം അത് നിങ്ങൾക്ക് തോന്നൽ ഉണ്ടാവും അത് ഇത് കുറേ ഒരു വലിയ പ്രോബ്ലമാണ്. അങ്ങനെയായിട്ടാണ് അങ്ങനെയാണ് നമ്മൾ ആ സിറ്റുവേഷനെ നോക്കണത്. നമ്മളുടെ പെർസ്പെക്റ്റീവ് അങ്ങനെ ആണ് ആവണത്. എന്നുവെച്ചാൽ നിങ്ങൾ ഒരു സിറ്റുവേഷനെ കുറെ വലുതായിട്ടാണ് നിങ്ങളുടെ മനസ്സിലത് മൈൻഡിന്റെ പെർസെപ്ഷൻ, മൈൻഡിന്റെ കളിയാണത്. ഒരു സിറ്റുവേഷനെ അത് 10 ടൈംസ് അതിനെ വലുതാക്കി നമ്മൾ ഇമാജിൻ ആണ് ചെയ്യണത്. അപ്പോൾ യൂണിവേഴ്സ് പറയണത് എന്താ വെച്ചാൽ കൂടുതൽ സ്ട്രെസ്, ആങ്സൈറ്റി ഒക്കെ എടുത്താൽ അത് ചിലപ്പോൾ ഒരു ചെറിയ കാര്യം വലുതായിട്ട് തോന്നും. 5 ഓഫ് കപ്സ് ഇവിടെ നിങ്ങളുടെ ഹിഡൻ ഫാക്ടറാണ്. അപ്പോൾ എന്തോ ഒരു ലോസ് മാതിരി ഒരു ഫീലിംഗ് ഉണ്ട് നിങ്ങൾക്ക്. എന്തോ നിങ്ങൾ മിസ് ഔട്ട് ചെയ്യാൻ പോകുന്നുണ്ട് എന്നൊരു പേടിയുണ്ട്. പക്ഷേ ഔട്ട്കം പോസിറ്റീവ് ആണ്. പേജ് ഓഫ് പെൻറ്റിക്കിൾസ്, ഇതൊരു പുതിയ ബിഗിനിങ്, ഒരു പുതിയ ഓഫർ, സ്റ്റേബിലിറ്റിയുടെ എനർജിയാണ്. അപ്പോൾ എന്താണ് ഇതൊക്കെ നമ്മൾക്ക് നോക്കാം. ഈ 4 ഓഫ് പെൻറ്റിക്കിൾസ്, കിങ് ഓഫ് വോൺസ്, നിങ്ങളും ഒരു പേഴ്സൺ, എനിക്ക് തോന്നുന്നത് കുറച്ചൊരു അത്ര ഷെയറിങ് ഇല്ല നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക്. നിങ്ങൾക്കൊരു ഫീലിംഗ് ഉണ്ടാവും അത് നിങ്ങൾ രണ്ടാളുടെയും റിലേഷൻഷിപ്പ് കുറച്ചൊരു ഡിസ്റ്റൻ്റ് ആയി പോയി. എന്നുവെച്ചാൽ ഈ പേഴ്സൺ ആൻഡ് നിങ്ങളുടെ മേ ബി ഇടയ്ക്ക് എന്തെങ്കിലും മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് ഉണ്ടായിണ്ടാവും, പ്രോബ്ലംസ് ഉണ്ടായിണ്ടാവും, സമയം കിട്ടുന്നുണ്ടാവില്ല. അത് മാത്രമല്ല, ഇതൊരു ആക്ഷൻ്റെ എനർജിയുമാണ്. മേ ബി ആരോ നിങ്ങളുടെ അടുത്ത് വരുന്നുണ്ട്, ഒരു ഓഫർ കൊണ്ടുവരുന്നുണ്ട്, പക്ഷെ നിങ്ങൾ കുറെ റിസർവ്ഡ് ആയിട്ടാണ് ബിഹേവ് ചെയ്യണത്. മേ ബി നിങ്ങൾ ഈ പേഴ്സണെ അത്ര ട്രസ്റ്റ് ചെയ്യുന്നുണ്ടാവില്ല. ജസ്റ്റിസ്, ഇതൊരു ബാലൻസ് ആയിട്ട് ഒരു കാർമിക് സിറ്റുവേഷൻ ആണ്. ആൻഡ് യൂണിവേഴ്സ് നിങ്ങളുടെ അടുത്ത് ഒരു പേഴ്സൺ ആണ് കൊണ്ടുവരണത്, ഇല്ലാച്ച ഒരു ഓഫറാണ് കൊണ്ടുവരണത്, പക്ഷെ നിങ്ങൾ കുറെ റിസർവ്ഡ് ആണ്. 6 ഓഫ് പെൻറ്റിക്കിൾസ്, നിങ്ങളുടെ പാസ്റ്റിൽ എന്താണ്? ഹാങ്ഡ് മാൻ. അപ്പോൾ ഒരു സിറ്റുവേഷൻ പാസ്റ്റിൽ ഇംബാലൻസ് കാരണം ഒരു സ്റ്റോപ്പായി, ഒരു പോസ് ഉണ്ടായി. എന്നുവെച്ചാൽ ഞാൻ പറഞ്ഞ മാതിരി നിങ്ങൾക്ക് തോന്നാൻ തുടങ്ങി അത് നിങ്ങൾ മാത്രമാണ് ഇതിൽ എഫേർട്ട് ഇടുള്ളൂ, വേറെ ആരും ഇതിൽ എഫേർട്ട് ഇടില്ല. അപ്പോൾ ഒരു ഇംബാലൻസ് ആണ് ക്രിയേറ്റ് ചെയ്യണേ. പൈസീസ് എനർജി ഇവിടെ ഉണ്ട്, ലിബ്ര എനർജി ഉണ്ട്. അപ്പോൾ ഈ ഇംബാലൻസിന് നിങ്ങൾ പുറത്ത് വന്നു. ആൻഡ് ഇവിടെ ഒരു ഡിസിഷൻ ആണ് എടുക്കുന്നത്. എന്തോ ഒരു വലിയ ചേഞ്ചിന്റെ ഡിസിഷൻ, നിങ്ങൾ ചിലപ്പോൾ മൂവ് ഓൺ ചെയ്യാനാണ് നോക്കണത് ഒരു സിറ്റുവേഷന്. എന്നുവെച്ചാൽ ആ സിറ്റുവേഷനിൽ ഒരു ഔട്ട്കമും നിങ്ങൾക്ക് കിട്ടിയില്ല. നിങ്ങൾ എക്സ്പെക്ട് ചെയ്യണ മാതിരി നിങ്ങൾ എഫേർട്ട് ഇട്ടു ആ ജോബിൽ, ഇല്ല ആ റിലേഷൻഷിപ്പിൽ, പക്ഷെ ആ പേഴ്സന്റെ അടുത്തിന് ആ ഈക്വൽ എഫേർട്ട് ഉണ്ടായില്ല. അപ്പം നിങ്ങൾ ഇത് എൻഡ് ചെയ്യാൻ ഡിസൈഡ് ചെയ്തു ആൻഡ് മൂവ് ഓൺ ചെയ്യാൻ ഡിസൈഡ് ചെയ്തു. ഇപ്പോൾ ഇത് ജോലിയുടെ കേസാണ് വെച്ചാൽ മേ ബി നിങ്ങളൊരു വേറെ ജോലി നോക്കാൻ ട്രൈ ചെയ്യുന്നുണ്ടാവും. എന്നുവെച്ചാൽ സ്ലോലി നിങ്ങൾ കുറെ എഫേർട്ട് ഇട്ടിട്ടുണ്ട്, പക്ഷെ അവിടെ നിന്ന് നിങ്ങൾക്ക് അത്ര ഈ റെസ്പോൺസ് കിട്ടിയില്ല, ഓരൽസ് ബെനിഫിറ്റ് കിട്ടിയില്ല, സാലറി കിട്ടിയില്ല. അപ്പോൾ നിങ്ങളിപ്പോൾ വേറെ സ്ഥലത്ത് നോക്കാൻ ട്രൈ ചെയ്യാനാണ്, വേറെ സ്ഥലത്ത് അപ്ലൈ ചെയ്യാനാണ് ട്രൈ ചെയ്യണത്. നൈറ്റ് ഓഫ് സോഡ്സ്, നിങ്ങളുടെ ഫ്യൂച്ചറിൽ 10 ഓഫ് സോഡ്സ്. അപ്പോൾ ഫ്യൂച്ചറിൽ ഞാൻ ഡെഫിനറ്റ്ലി ഒരു എൻഡിങ് കാണുന്നുണ്ട്. ഒരു ഫീലിംഗ് ഓഫ് ബിട്രയൽ ഉണ്ട് നിങ്ങൾക്ക്. എന്നുവെച്ചാൽ എന്തോ എക്സ്പെക്ട് ചെയ്ത കാര്യം നടന്നില്ല, പക്ഷെ അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കുറേ ഓഫേഴ്സ് വരുന്നുണ്ട്. ആൻഡ് വെരി ക്വിക്ക് ഓഫേഴ്സ്. നിങ്ങളുടെ അടുത്ത് എന്തോ ഒരു ന്യൂ ബിഗിനിങ് വരുന്നുണ്ട്. ഇത് നിങ്ങൾ കുറേ സ്റ്റാഗ്നൻ്റ് ആയിരുന്നു ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു, ബട്ട് അതിന് പുറത്ത് വരാനുള്ള സൊല്യൂഷനും നിങ്ങളുടെ അടുത്ത് ഉണ്ടാവും. ഈ സ്ട്രെങ്ത് എന്താണ് ചാലഞ്ച് ഇവിടെ? 6 ഓഫ് വോൺസ്. നിങ്ങൾ ഡീൽ ചെയ്യണ പേഴ്സൺ ഇത് റൊമാൻറ്റിക് സിറ്റുവേഷനിലാണ്.
കുറെ ഒരു ഫേമസ് പേഴ്സൺ ആയിരിക്കാം, മേ ബി അവരുടെ വേറെ പ്രയോറിറ്റീസ്, വേറെ ആൾക്കാരുണ്ടാവും സൈഡിൽ, വേറെ ആൾക്കാരുടെ കൂടെ അവർ ഡീൽ ചെയ്യുന്നുണ്ടാവും. ആൻഡ് നിങ്ങൾ ആ കുറെ ട്രൈ ചെയ്തു ഈ പേഴ്സന്റെ കൂടെ അഡ്ജസ്റ്റ് ചെയ്യാൻ, പക്ഷെ അത് വർക്ക്ഔട്ട് ചെയ്യൂല എന്നാണ് ഇവിടെ. ചാലഞ്ചസ് കുറെ ഉണ്ടെന്ന് ആണ് ഞാൻ ഇവിടെ കാണുന്നത്. ഇത് ജോബ് സിനാരിയോയിലാണ് വെച്ചാൽ മേ ബി നിങ്ങൾക്ക് ചില ഡിസിഷൻസ് എടുക്കാണ്ട് ബോൾഡായിട്ട്, ആൻഡ് നിങ്ങളുടെ ഐഡിയാസ് ഒക്കെ നിങ്ങൾ ഹൈഡ് ചെയ്തിട്ടായിരിക്കും വെക്കേണ്ടാവണ. അതുകൊണ്ടാണ് പറഞ്ഞത് നിങ്ങൾ അത്ര ഷെയർ ചെയ്യണ്ടായില്ല നിങ്ങളുടെ ഐഡിയാസ്. ഇപ്പോ ആ സമയം വന്നിരിക്കണോ നിങ്ങൾക്ക് നിങ്ങളുടെ ഐഡിയാസ് ഓപ്പൺ ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ. എന്ന് വെച്ചാൽ അതാണ് നിങ്ങൾക്ക് സ്പോട്ട് ലൈറ്റിൽ കൊണ്ടുവരിക. ഇത്രയും സമയം നിങ്ങൾ കുറച്ചൊരു റിസർവ്ഡ് ആയിട്ട് നിങ്ങളുടെ ഐഡിയാസ് അത്ര ഷെയർ ചെയ്യാണ്ട് അങ്ങനെ ഒരു എനർജിയിലായിരുന്നു. പക്ഷെ ഇപ്പോൾ ആ ബോൾഡ് സ്റ്റെപ്പ് എടുക്കേണ്ട സമയം വന്നിരിക്കണു. 9 of Swords നിങ്ങളുടെ അഡ്വൈസ് എന്താണ്? കിങ് ഓഫ് പെൻറ്റിക്കിൾസ്. അപ്പോൾ ഫിനാൻഷ്യൽ മാറ്ററിൽ എന്തോ നിങ്ങൾക്ക് കുറെ സ്ട്രെസ് ഉണ്ടാവും, ഓറൽസ് ഇത് റൊമാൻറ്റിക് ആയിരിക്കാം. ടോറസ് എനർജി, ഇവിടെ ഒരു ഹാർട്ട് ബ്രേക്ക് ഉണ്ട്. പക്ഷെ മേ ബി ഞാൻ പറഞ്ഞ മാതിരി ഇവിടെ ആ സിറ്റുവേഷൻ അത്ര ഒരു എക്സ്ട്രീം സിറ്റുവേഷൻ ആയിരിക്കില്ല. കുറേയൊക്കെ നിങ്ങളുടെ മനസ്സ് നിങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്യാനാണ് നോക്കണത്, നിങ്ങളെ ഡിസീവ് ചെയ്യാനാണ് നോക്കണത്. 5 of Cups ഇവിടെ എന്താണ്? നിങ്ങളുടെ പാസ്റ്റ് പേഴ്സൺ തിരിച്ചു വരാൻ പോകുന്നുണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ആക്ച്വലി ഇവിടെ ഞാൻ റൊമാൻറ്റിക് സിറ്റുവേഷനിൽ എന്താ കാണുന്ന വെച്ചാൽ നിങ്ങൾ വിചാരിച്ചു ഇത് വർക്ക്ഔട്ട് ചെയ്യില്ല എന്ന്. നിങ്ങൾ പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു കുറെ ആങ്സൈറ്റി ഉണ്ടായതുകൊണ്ട് നിങ്ങൾ ഒരു കാര്യത്തിനെ കുറെ ബ്ലോ അപ്പ് ചെയ്തു നിങ്ങളുടെ മനസ്സിൽ. അത് കുറെ ഒരു വലിയ ഇഷ്യൂ ആയിട്ടാണ് നിങ്ങൾ നോക്കുന്നുണ്ടായിരുന്നെ, കാണുന്നുണ്ടായിരുന്നെ. പക്ഷെ അത് അങ്ങനെ ആയിരുന്നില്ല. റിയാലിറ്റിയിൽ ഇത് വേറെ ഒരു കേസായിരുന്നു. ആൻഡ് ഈ പേഴ്സൺ തിരിച്ചു വരുന്നുണ്ട്, ആൻഡ് അവരുടെ മനസ്സിൽ അങ്ങനെ ഒരു ബ്രേക്കപ്പോ അങ്ങനെ ഒന്നുമില്ല. അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ ഒരു സിറ്റുവേഷൻ ഒരു മാതിരി കണ്ടു, പക്ഷെ അത് ഒരു എക്സ്ട്രീം സിറ്റുവേഷൻ ആയിരുന്നു. അപ്പോൾ ഈ പേഴ്സൺ ഡെഫിനറ്റ്ലി നിങ്ങളുടെ ലൈഫിൽ തിരിച്ചു വരാൻ പോകുന്നുണ്ട്. 5 of Swords ഉണ്ട്, കുറെ നെഗറ്റീവ് എനർജിയാണ് 5 of Swords. അത് കുറച്ച് സൂക്ഷിക്കണം. നിങ്ങൾ മുമ്പോട്ട് പോകുമ്പോൾ കുറെ ആൾക്കാർ ജലസ് എനർജീസ് ഉണ്ട് ഇവിടെ. നിങ്ങൾക്കൊരു പുതിയ ബിഗിനിങ് ഓഫർ വരുന്നുണ്ട് വെച്ചാലും വേറെ ആരുടെ കൂടെ, കൂടുതൽ ആൾക്കാരുടെ കൂടെ ഷെയർ ചെയ്യാണ്ട് നോക്കുക. എന്ന് വെച്ചാൽ ചില ആൾക്കാർ നിങ്ങളെ യുനോ നിങ്ങളുടെ സക്സസ് നോക്കിയിട്ട് അവർക്ക് ഒരു ജലസി. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഒരു നെഗറ്റിവിറ്റി ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ എത്രയും ആവണെച്ചാൽ ഈ നല്ല കാര്യങ്ങൾ കൂടുതൽ ബ്ലോ അപ്പ് ചെയ്യാണ്ട്, കൂടുതൽ ഇങ്ങനെ ഷെയർ ചെയ്യാണ്ട്, ഓവർ ഷെയർ ചെയ്യരുത്. വേണ്ടപ്പെട്ട ആൾക്കാരുടെ അടുത്തുനിന്നൊക്കെ നിങ്ങൾക്ക് പറയാം, ബട്ട് എത്രയും ആവണെച്ചാൽ അത്രയും അത് സൈലൻ്റ്ലി അതിന് അത്ര ഷെയർ ചെയ്യാൻ നോക്കണ്ട. അതാണ് എൻ്റെ അഡ്വൈസ്. പക്ഷെ ഇവിടെ കുറെ സക്സസ് ഉണ്ട്, നിങ്ങൾക്ക് ട്രാവലും ഉണ്ട്. അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് മേ റീഡിങ്. ഐ ഹോപ്പ് ഇത് റെസൊനേറ്റ് ചെയ്തു വെച്ചാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് നിങ്ങൾക്ക് കൂടുതൽ ഒരു ഡീറ്റെയിൽഡ് റീഡിങ് വേണം വെച്ചാൽ, നിങ്ങളുടെ എനർജി കുറച്ച് വേണം വെച്ചാൽ ഒരു പ്രൈവറ്റ് റീഡിങ് ബുക്ക് ചെയ്യുക. പ്രൈവറ്റ് റീഡിങ് പെയ്ഡ് റീഡിങ്സ് ആണ്, പക്ഷെ അത് നിങ്ങളുടെ എനർജി കുറച്ചാണ്, അപ്പോൾ കൂടുതൽ റെസൊനേറ്റ് ചെയ്യും. എന്നെ ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നെ ഇമെയിൽ ചെയ്യുക, ഇല്ല വെച്ചാൽ വെബ്സൈറ്റിൽ പോയിട്ട് വാട്സാപ്പിൽ ചാറ്റ് ഐക്കൺ ഉണ്ട്, അതിനെ ക്ലിക്ക് ചെയ്ത് ചാറ്റ് ചെയ്യുക എൻ്റെ കൂടെ. ഞാൻ അവിടെ പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് അയച്ചു തരാം, ഇല്ല വെച്ചാൽ മെയിലിൻ്റെ ത്രൂവും അയച്ചു തരാം. അപ്പോൾ വേഗം മെയിൽ ചെയ്യുക. ബുക്കിംഗ്സ് ഓപ്പൺ ആണ് മെയ് മാസത്തിന് വേണ്ടിയിട്ട്. ആൻഡ് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഞാൻ തിരിച്ചു വരും വേറൊരു റീഡിങ് കൊണ്ടുവന്നിട്ട്. Till then, take care, all the best.